ബഹുമാന്യയായ അധ്യക്ഷ, പാർട്ടിയുടെ വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി രേഖാ പ്രഭാത്, ഇവിടെ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കെ പി തങ്കക്കുട്ടൻ, ആമുഖ ഭാഷണം നടത്തിയ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ സെബാസ്റ്റ്യൻ മാത്യു, ശ്രീ ശിവൻ കെ എം, പാർട്ടിയുടെ കല്ലൂർക്കാട് ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീമതി നിഷ അനീഷ്, PDJS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷൈൻ കെ കൃഷ്ണൻ, പാർട്ടിയുടെ വാഴക്കുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ അജു സേനൻ, പാർട്ടിയുടെ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അരുൺ പി മോഹൻ, പാർട്ടിയുടെ കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും 1-ാം വാർഡ് മെമ്പറുമായ ശ്രീമതി സുമിത ബാബു, പാർട്ടിയുടെ കല്ലൂർക്കാട് ജനറൽ സെക്രട്ടറി ശ്രീ ശിവൻ, ശ്രീമതി സീമോൾ ബൈജു, കല്ലൂർക്കാട് 9-ാം വാർഡ് മെമ്പർ, മറ്റ് വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള സഹപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, ഏവർക്കും സാദര നമസ്കാരം. ഇന്ന് ഒരുപക്ഷെ രാജ്യത്തെമ്പാടും മാതൃകയായിട്ടുള്ള കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ അത് രൂപം കൊണ്ടിട്ട് 25 വർഷം തികയുന്ന സുദിനമാണ്. കുടുംബശ്രീ എന്ന് പറയുന്ന സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം സ്ത്രീകളെ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനും സംരംഭകരാവാനും മറ്റു മേഖലകളിൽ ഉയരങ്ങളിലേക്ക് പോകാനും ഒക്കെ പ്രേരിപ്പിച്ച ആ വലിയ പ്രസ്ഥാനത്തിന്റെ 25 വർഷം തികയുന്ന ദിവസത്തിലാണ് നമ്മൾ ഇതിവിടെ സന്നിഹിതരായിട്ടുള്ളത്. കൃത്യമായി പറയുകയാണെങ്കിൽ 98 മെയ് മാസത്തിൽ 18-ാം തീയതി മലപ്പുറം കുന്നുമ്മൽ നടന്ന പൊതുയോഗത്തിൽ വെച്ചിട്ടാണ് കുടുംബശ്രീയുടെ ഉദ്ഘാടനം നടക്കുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്ന സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിന്റെ, കുടുംബശ്രീ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ സംരംഭക മാതൃകയുടെ ആശയവും അതിന്റെ പ്രയോക്താവും ഒക്കെയായി നിലനിന്നത് 98 മെയ് മാസം 18-ാം തീയതി അതിന്റെ ഉദ്ഘാടകനായിട്ടുണ്ടായിരുന്നത് സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു എന്ന് സ്മരിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ കരങ്ങളാലാണ് കുടുംബശ്രീ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ മാർക്സിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് അവരുടെ പാർട്ടി പരിപാടിയോ അവരുടെ തലച്ചോറിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരാശയമോ ഒന്നുമല്ല എന്ന് ഈ കല്ലൂർക്കാട്ടിലെ ജനങ്ങളോട് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവെ അങ്ങനെയാണല്ലോ, കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതോ പാർട്ടി പരിപാടി എന്നുള്ള നിലയ്ക്കാണ് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് നടക്കാറുള്ളത്. പക്ഷെ എത്ര പേർക്ക് യാഥാർത്ഥ്യം അറിയാം? ഈ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് പോലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു എന്നുള്ള സത്യം എത്ര പേർക്ക് അറിയാം? ഇന്നതിന്റെ 25-ാം വാർഷികമാണ്. ആ 25-ാം വാർഷികത്തിന്റെ ദിവസം ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ആ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് സാമാന്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയെയും ആ കുടുംബശ്രീയുടെ ചുമതലയുള്ള ആളുകളുമൊക്കെ ആക്രമിക്കപ്പെടുകയും ആ അക്രമത്തിനെതിരായി ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കേണ്ടി വരികയും ചെയ്യുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള, ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് കുടുംബശ്രീ സംഘടിപ്പിക്കപ്പെട്ടത്. സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് കുടുംബശ്രീ സംഘടിപ്പിക്കപ്പെട്ടത്. സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് കുടുംബശ്രീ സംഘടിപ്പിക്കപ്പെട്ടത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട കുടുംബശ്രീ, ആ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ തന്നെ, അതിന്റെ ഭാരവാഹികളെ തന്നെ ഈ കല്ലൂർക്കാട് പഞ്ചായത്തിൽ വെച്ച് CPM-ന്റെ നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഒരു പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെ തുടർന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ
തീർച്ചയായും ഏറ്റവും ഗൗരവം അർഹിക്കുന്ന അക്രമമായി ഇത് വിലയിരുത്തപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സാധാരണഗതിയിലുള്ള അക്രമമാണോ? നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടാണ് സീമോൾ ബൈജുവും അതുപോലെ തന്നെ സുമതിയും ഒക്കെ ഈ പഞ്ചായത്ത് മെമ്പർമാരായി, സുമിതാ ബാബുവും ഒക്കെ പഞ്ചായത്ത് മെമ്പർമാരായി കല്ലൂർക്കാട് പഞ്ചായത്തിൽ പോയിരിക്കുന്നത്. അല്ലാതെ പഞ്ചായത്ത് ഓഫീസിന്റെ ഓട് പൊളിച്ചൊരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മെമ്പർമാരെ അതിനകത്ത് കയറിയിരുന്നതല്ല. നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് ബിജെപിയുടെ മെമ്പർമാരെ അവിടെ ചെന്നിട്ടുള്ളത്. ബിജെപിയുടെ മെമ്പർമാരെ കാണുമ്പോൾ എന്താ ഇയാൾക്ക് ഇത്ര വലിയ ചൊറിച്ചില്? എന്താ ജിപിക്ക് ഇത്ര വലിയ ചൊറിച്ചില്? ഞങ്ങളുടെ വനിതാ മെമ്പർമാരെ കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത? ഇവിടെ ഒരു മര്യാദ വേണ്ടേ? സ്ത്രീകളല്ലേ, അവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് കവി പാടിയിട്ടില്ലേ? പക്ഷെ മാർക്സിസ്റ്റുകാർക്ക് എപ്പോഴും അവരുടെ എല്ലാ ഹുങ്കും അഹന്തയും എല്ലാം എടുക്കുന്നത് സ്ത്രീകൾക്ക് നേരെയാണല്ലോ. എടോ, സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്താൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ പാർട്ടി ഓഫീസല്ല, ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ വരുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണ് എന്നുള്ളത് ഈ നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്, ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇത് പഞ്ചായത്ത് ഓഫീസാണ്. ആ പഞ്ചായത്ത് ഓഫീസിന്റെ അകത്ത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ കടന്നു വരുമ്പോ, സ്ത്രീകളായിട്ടുള്ള ജനപ്രതിനിധികൾ കടന്നു വരുമ്പോ അവർക്ക് നേരെ ശാരീരികമായ അക്രമത്തിന് നേതൃത്വം നൽകുക, ശാരീരികമായ അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ തരം താണ മറ്റെന്ത് നടപടിയാണുള്ളത്? ഞങ്ങൾക്ക് പല കാര്യങ്ങളും ക്ഷമിക്കാൻ കഴിയും. ഒരുപക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള സഹപ്രവർത്തകർക്ക് നേരെ അതിക്രമം നടന്നാൽ ഒരുപക്ഷെ ഞങ്ങളത് നിയമപരമായിട്ട് നേരിടും. ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരും, ചർച്ചകൾ ചെയ്യാൻ ചിലപ്പോൾ തയ്യാറായി എന്ന് വരും. പക്ഷെ ഇവിടെ അതിക്രമം നേരിട്ടിട്ടുള്ളത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ മാത്രമല്ല, ഞങ്ങളുടെ സ്വന്തം അമ്മപെങ്ങന്മാരാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ CPM-നോട് പറയാനുള്ളത്, ഞങ്ങളുടെ അമ്മപെങ്ങന്മാർക്ക് നേരെ ഉയർന്ന കൈയുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മപെങ്ങന്മാർക്കെതിരെ ഉയർന്ന കൈയുണ്ടല്ലോ, ഇവിടുത്തെ പോലീസ് കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അമ്മപെങ്ങന്മാർക്ക് നേരെ അക്രമത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ള GB അടക്കമുള്ള CPM-ന്റെ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ പോലീസ് തയ്യാറായിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് സംഭവിച്ചതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു നൽകാൻ ഒരു മടിയും ഞങ്ങൾ കാണിക്കില്ല, ഒരു മടിയും കാണിക്കില്ല എന്ന് പച്ചയ്ക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മടിയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല. എന്താ കരുതിയത്? ഞങ്ങളുടെ അമ്മപെങ്ങന്മാരെ അങ്ങ് കയ്യേറ്റം ചെയ്തിട്ട് സുഖമായി വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കളയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ദുസ്വപ്നം, അങ്ങനെ ഒരു സ്വപ്നവും നിങ്ങൾ കാണണ്ട. കല്ലൂർക്കാട്ടെ പോലീസിനോട് ഞങ്ങൾ വ്യക്തമായി പറയുകയാണ്, ഈ വടിയും തൂക്കിപ്പിടിച്ച് BJP-യുടെ മീറ്റിംഗിൽ വന്ന് കാവൽ നിൽക്കുകയല്ല വേണ്ടത്. അപ്പുറത്തെ പാർട്ടി ഓഫീസിലിരിക്കുന്ന GB-യുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ ജീപ്പിനകത്തിട്ട് പോലീസ് കൊണ്ടുപോകണം. അതിന് കഴിയോ? നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ അതിന് കഴിയുന്ന നല്ല ചങ്കുറപ്പുള്ള ആൺകുട്ടികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ ഞങ്ങൾക്കതിന് സാധിക്കും, ഒരു സംശയവും വേണ്ട. എന്താ കരുതിയിട്ടുള്ളത്? പലതരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ നമ്മൾ കാണാറുണ്ട്, പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നിരന്തരമായിട്ട് ഞങ്ങൾ വിധേയരായിട്ടുണ്ട്. ഞങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുത്താണ് ഗ്രാമപഞ്ചായത്തുകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അംഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുത്തുകൊണ്ട് നിരന്തരമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ഞങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്, ഞങ്ങളുടെ ജനപ്രതിനിധികൾ വിജയിച്ചിട്ടുള്ളത്
നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ അവര് പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്ന നിരവധിയായിട്ടുള്ള സേവനങ്ങൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, അതെല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതിന്റെ ഫലമായി, ആ വിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് ജനങ്ങളോടാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാതന്ത്ര്യമില്ലേ? എല്ലാ ആളുകൾക്കും സ്വാതന്ത്ര്യമില്ലേ? ഈ നാട്ടിൽ നല്ല ജനാധിപത്യം ഉണ്ടാകാൻ നല്ല CPM-ഉം നല്ല കോൺഗ്രസും നല്ല BJP-യും നല്ല കേരള കോൺഗ്രസും ഒക്കെ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അങ്ങനെയേ നല്ല ജനാധിപത്യം ഉണ്ടാവും. ജനാധിപത്യം എന്ന് പറയുന്നത് ആശയ സംവാദത്തിന്റെ വേദിയായിരിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പറയാൻ ഈ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്, ജനാധിപത്യ ഇടങ്ങളുണ്ട്. ആ ജനാധിപത്യ ഇടങ്ങളിൽ പോയി അവിടെ വരുന്ന ജനപ്രതിനിധികൾക്ക് നേരെ കയ്യൂക്കിന്റെ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നത് ഗുണ്ടായിസമാണ്. ജിബിയോട് പറയാനുള്ളത്, ഇത് നീ കള്ളളന്നു കൊടുക്കുന്ന കള്ള ഷോപ്പല്ല, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് എന്ന ബോധ്യമാണ്. കള്ളടിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ ഏത് രീതിയിലാണ് അങ്ങോട്ട് വന്നിട്ടതെന്നറിയില്ല, പക്ഷേ ഇത് ഒരു മുന്നറിയിപ്പായി സ്വീകരിക്കേണ്ടതാണ്. ബാക്കി എല്ലാ ആക്രമണവും സഹിക്കാനും ക്ഷമിക്കാനും ഒരുപക്ഷെ ഞങ്ങൾ തയ്യാറായെന്ന് വരും. പക്ഷേ ഇവിടുത്തെ പോലീസിനോട് കൃത്യമായി പറയുന്നു, ഞങ്ങളുടെ അമ്മപെങ്ങന്മാരെ ആക്രമിച്ചവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഭാവി പരിപാടികൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും, ആസൂത്രണം ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധം നിൽക്കുന്ന സമയത്ത്, ഈ CPM-ന്റെ ഗുണ്ടായിസത്തിനെതിരെ ഈ അങ്ങാടിയിൽ, കല്ലൂർക്കാട് അങ്ങാടിയിൽ ഞങ്ങൾ ജനകീയ പ്രതിരോധം തീർക്കുന്ന സമയത്ത് പിന്നെ വന്നിട്ട് അയ്യോ നിങ്ങൾ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിക്കരുത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി ഇക്കാര്യം പോലീസിനോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി മതഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ് ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ. കേരളത്തിലുടനീളം തീവ്രവാദികൾക്കും മതഭീകരവാദികൾക്കും അഴിഞ്ഞാടാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിണറായി വിജയന്റെ സർക്കാരാണ്. 14 ജില്ലയിലും മതഭീകരവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള സൗകര്യം നോക്കൂ. ഇപ്പോ 21-ാം തീയതി ആലപ്പുഴയിൽ ഈ മതഭീകരവാദികൾ, പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞു SDPI-യും പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദ സംഘടനകളാണെന്ന് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ ഗവൺമെന്റ് ഈ മതഭീകരവാദ സംഘടനയ്ക്ക് പരസ്യമായി പരിപാടി നടത്താനുള്ള അനുമതി ആലപ്പുഴ പോലെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലത്ത് നൽകിയിരിക്കുകയാണ്. സ്വർഗീയ രഞ്ജിത് ശ്രീനിവാസന്റെ വീടിന് മുന്നിലൂടെ പ്രകടനം നടത്താനുള്ള അനുമതിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മതഭീകരവാദികൾക്ക് ഈ സർക്കാർ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ, CPM-കാര് പോപ്പുലർ ഫ്രണ്ടുകാരന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത്? നമ്മുടെ തൊട്ടപ്പുറത്ത് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ SDPI-കാരന്റെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന് LDF കൺവീനർ EP ജയരാജനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോ ജയരാജൻ പറയുന്നത് എന്താ? വേണമെന്നും പറയുന്നില്ല, വേണ്ട എന്നും പറയുന്നില്ല. അതെന്ത് നിലപാടാണ്? മതഭീകരവാദികളുടെ വോട്ട് വേണ്ട എന്ന് നട്ടല്ലെന്ന് നിവർത്തി, തണ്ടല്ലെന്ന് നിവർത്തി പറയാൻ എന്തേ CPM-ന് സാധിക്കുന്നില്ല? ഈ നാട്ടിലെ മതഭീകരവാദികളുടെ 10 വോട്ടിന് വേണ്ടി ഈ നാടിന്റെ ക്രമസമാധാനം മുഴുവൻ തകർക്കാൻ നാട് ഭരിക്കുന്ന CPM തന്നെ തയ്യാറാകുന്നു. നോക്കൂ, തൃക്കാക്കരയിൽ വോട്ടിന് വേണ്ടി ഏതറ്റം വരെയും തരം താഴാൻ തയ്യാറായി. ജാതിമത സാമുദായിക ശക്തികളെ മുഴുവൻ പീഡിപ്പിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നു. അതിനപ്പുറം പോപ്പുലർ ഫ്രണ്ടിനെയും SDPI-യും പോലുള്ള ആളുകൾക്ക്, തീവ്രവാദികൾക്ക് കേരളത്തിൽ അഴിഞ്ഞാടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ വോട്ടും LDF-ന്റെ പെട്ടിയിലേക്ക്, CPM-ന്റെ പെട്ടിയിലേക്ക് വീഴ്ത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നു. പാലക്കാട് നടന്ന് നമുക്കറിയാം.
പാലക്കാടും ആലപ്പുഴയും അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ നടന്ന ഭീകരാക്രമണം, തീവ്രവാദി ആക്രമണം, അതിനുള്ള മുഴുവൻ പിന്തുണയും സഹായവും ചെയ്തു കൊടുത്തതാര? സംസ്ഥാന സർക്കാരല്ലേ, ഇവിടുത്തെ പോലീസ് സംവിധാനമല്ലേ? നോക്കൂ, രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുമ്പോ കേവലം 100 മീറ്റർ അപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൊക്കെ ഉള്ള സമയത്ത് SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികൾ മുഖം കൂടി പോലും ധരിക്കാതെ കടന്നു വന്നുകൊണ്ട് പട്ടാപ്പകൽ പുലർച്ചെ 6 മണിക്ക് ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ലുകയാണ്. പാലക്കാട് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുമ്പോഴും 100 മീറ്റർ അപ്പുറത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ പോലീസിൽ നിന്ന് ഈ ഭീകരവാദികൾക്ക് സഹായം കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കും, CPM ഭരിക്കുന്ന സമയത്തല്ലേ ആർക്കാ പരിശീലനം കൊടുക്കുന്നത്? ഫയർഫോഴ്സ്. ആർക്കാ പരിശീലനം കൊടുത്തത്? ഫയർഫോഴ്സ് പരിശീലനം കൊടുത്തത് പോപ്പുലർ ഫ്രണ്ടുകാരൻ. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഫയർഫോഴ്സ് പരിശീലനം കൊടുക്കുകയാണ്. ആവശ്യഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്താനുള്ള സംവിധാനമാണ്. തീവ്രവാദികൾക്ക് പോലീസ് പരിശീലനം കൊടുക്കുന്ന പരിപാടി ലോകത്ത് ഈ എരപ്പന്മാര് ഭരിക്കുന്ന കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവോ? വേറെ എവിടെയെങ്കിലും ഉണ്ടാവോ? നോക്കൂ, പാലക്കാട്ട് ശ്രീനിവാസൻ വധക്കേസിൽ അവസാനം ആരെയാ പിടിച്ചത്? പാലക്കാട്ട് ശ്രീനിവാസൻ വധക്കേസിൽ അവസാനം പിടിച്ചത് ഫയർഫോഴ്സിലെ ജീവനക്കാരനെയാ പിടിച്ചത്. ഫയർഫോഴ്സ് ജീവനക്കാരൻ. ഈ കേരളത്തിൽ നിങ്ങളെ തൊട്ടപ്പുറത്ത് തൊടുപുഴയിലാണ് ഒരു പോലീസുകാരനെ RSS പ്രവർത്തകരുടെ, BJP പ്രവർത്തകരുടെ പേര് വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി കൊടുത്തതിന്റെ പേരിൽ ഈ അടുത്ത് അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഇന്ന് എന്റെ പ്രസംഗവും ഈ പരിപാടിയും ഒക്കെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന പോലീസുകാരൻ കുറച്ചു കഴിഞ്ഞാൽ ഇത് SDPI ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കില്ല എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടുകാരന്റെ നക്കാപ്പിച്ച തിന്ന് കൊഴുത്തവരാണ് ഇവിടുത്തെ പോലീസുകാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു സംശയവും വേണ്ട. പോപ്പുലർ ഫ്രണ്ടുകാരനെ SDPIക്കാരെ നക്കാപ്പിച്ചാക്ക് വേണ്ടി ഏതറ്റം വരെയും തരംതാകാൻ മടിയില്ലാത്ത നാറികളാണ് ഇങ്ങനെ വീഡിയോയിൽ പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഞങ്ങൾക്കൊരു മടിയില്ല. പോപ്പുലർ ഫ്രണ്ടുകാരന്റെയും SDPIക്കാരന്റെയും എന്താ പറയുന്നത്, RSSകാരന്റെ വീട്ടിലേക്കുള്ള വഴിയറിയാം, BJPക്കാരന്റെ വീട്ടിലേക്കുള്ള വഴിയറിയാം, അല്ലേ? അങ്ങനെയാണല്ലോ പ്രസംഗം അവരുടെ. ഇവിടെ RSSകാരന്റെയും BJPക്കാരന്റെയും വീട്ടിലേക്കുള്ള വഴികൾ ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും അറിയാം. അത് സത്യമാണ്. കാരണം കോവിഡിന്റെ സമയത്തും പ്രളയത്തിന്റെ സമയത്തും ഒക്കെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശാകേന്ദ്രമായി നിലകൊണ്ടത് ഇവിടുത്തെ RSSന്റെയും BJPയുടെയും ഒക്കെ നേതാക്കളായിരുന്നു. അതുകൊണ്ട് അവരുടെ വീട്ടിലേക്കുള്ള വഴി ജനങ്ങൾക്കറിയാം. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ടുകാരനെ കണ്ടാൽ തിരിച്ചറിയോ? പഞ്ചാബി ഹൗസിൽ ദിലീപ് പോകുന്ന മാതിരിയാണ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ CPMന്റെ ജാഥയിൽ വരുന്നവൻ ഉച്ച കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ജാഥയിൽ അങ്ങോട്ട് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ DYFIയുടെ അടുത്ത ദിവസങ്ങളിൽ അവരുടെ ഭാരവാഹി ലിസ്റ്റ് പുറത്തു വന്നു. അതിന്റെ പുതിയ പ്രസിഡന്റ് ആരാ? നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? DYFIയുടെ പുതിയ പ്രസിഡന്റ് ആരാ? ഇവിടുത്തെ DYFI യൂത്ത് പ്രസിഡന്റിനോട് അല്ലെങ്കിൽ ഈ കല്ലൂർക്കാട്ട് DYFIയുടെ മേഖലയിലെ ഭാരവാഹിയോട് ചോദിക്കും, ഇങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് പുതിയ ആളാരാ? എന്തായുള്ള പേര്? എന്താ യോഗ്യത? മുഹമ്മദ് റിയാസിന്റെ പരിചയക്കാരനാണ് എന്ന യോഗ്യത മാത്രമാണ്, സ്വന്തക്കാരനാണ് എന്ന യോഗ്യത മാത്രമാണ് DYFIയുടെ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രസിഡന്റുള്ളത്. കേരളത്തിലെ പൊതുസമര ഇടങ്ങളിൽ എവിടെയും ഈ DYFI നേതാവിന്റെ പേര് നമ്മൾ കണ്ടിട്ടില്ല. അവിടെ മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ചോ, DYFIയുടെ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള, അഖിലേന്ത്യാ തലം വരെയുള്ള മുഴുവൻ പേരുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചോ, അത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ പേരുകൾ നിറഞ്ഞിരിക്കുന്നത് കാണാം. പണ്ട് കാലത്ത് DYFI എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാഷും വിജയരാഘവനും കൃഷ്ണദാസും രാജേഷും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ DYFI എന്ന് പറഞ്ഞാൽ ഷംസീറും റിയാസും റഹീമും അതുപോലെ ഇപ്പൊ ഇതാ പുതിയ ഷജീറും, അങ്ങനെയുള്ള പുതിയ ആളുകളെ പേര് നിൽക്കാൻ സാധിക്കും. ഇതാണ് കാലഘട്ടത്തിന്റെ മാറ്റം. ഇതാണ് കാലഘട്ടത്തിന്റെ മാറ്റം. DYFIക്ക് അകത്തേക്ക്, CPMനകത്തേക്ക് മതഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നു. അവരുടെ അജണ്ട CPMന്റെ നയരൂപീകരണം പോലും ഈ മതഭീകരവാദികൾ സ്വാധീനിക്കുന്നു. ഇതല്ലേ കേരളത്തിൽ നടക്കുന്നത്? ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി
നല്ല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ജനകീയമായിട്ടുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നു. മറുവശത്തെ അവസ്ഥ എന്താ? അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പേര് മാറ്റി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് വരുത്തി അവരും രാഷ്ട്രീയം കളിക്കും. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ചു, ഈ കോവിഡിന്റെ സമയത്ത്, ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് 130 കോടിയിലധികം വരുന്ന ഭാരതീയർ ഒരൊറ്റ മനുഷ്യൻ പോലും പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി കരുതലോടുകൂടി കൈപിടിച്ച് മുന്നോട്ട് നടത്തിയ ഒരു പ്രധാനമന്ത്രി നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോദി 80 കോടി ജനങ്ങൾക്കാണ് സൗജന്യ റേഷൻ കൊടുക്കുന്നത്. 80 കോടി ജനങ്ങൾക്ക് ഇന്നും ആ സൗജന്യ റേഷൻ കിട്ടുന്നുണ്ട്. ഈ കല്ലൂർക്കാട്ടെ ജനങ്ങൾക്കടക്കം ഇന്നും ആ സൗജന്യ റേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയതാണ്. ലോകത്ത് മറ്റൊരു രാജ്യവും ഇതുപോലെ പൗരന്മാർക്ക് സൗജന്യമായി റേഷനും ഭക്ഷ്യധാന്യങ്ങളും കൊടുക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത അരിയും പലവ്യഞ്ജന സാധനങ്ങളും ഒക്കെ പാക്കറ്റിലാക്കി മാൻഡ്രേക്കിന്റെ ചിത്രമുള്ള ഒരു സഞ്ചിയിലിട്ട് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ പിണറായി തരുന്നാന്ന് പറഞ്ഞു. അങ്ങനെ വോട്ട് വാങ്ങി രണ്ടാമത് വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് അടിച്ചെടുത്തുകൊണ്ട് രണ്ടാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വന്നതിലൊഴിച്ചാൽ ഈ പിണറായി വിജയൻ സർക്കാർ ഈ നാടിന് എന്ത് ചെയ്തിട്ടാണ്? ഈ ഭരണം പോകുന്ന പോക്കൊന്ന് ആലോചിച്ചു. ഈ ഭരണം പോകുന്ന പോക്കെന്താണ്? മൂവാറ്റുപുഴയിൽ നിന്ന് ഏതോ പാവപ്പെട്ടവൻ കഴിഞ്ഞ ദിവസം മൂകാംബി അമ്മയെ കാണാൻ ബസ്സിൽ കയറിയതാണ്. രാവിലെ എണീറ്റ് സൗവർണികയിൽ കുളിച്ച് ആ കഷായവും കുടിച്ച് അമ്മയെ തൊഴുകണം എന്ന് കരുതി മൂവാറ്റുപുഴയിൽ നിന്ന് കയറിയത്. രാവിലെ എണീറ്റ് നോക്കിയപ്പോ കാണുന്നത് എന്താ? ഗോവയിലെ ബീച്ചിൽ 2 പീസിൽ കിടക്കുന്ന വിദേശികളെ കാണുന്നത്. പിണറായി വിജയന്റെ ഭരണത്തിൽ മൂകാംബിക്ക് ടിക്കറ്റ് എടുത്താൽ വണ്ടി പോയി നിൽക്കുന്നത് ഗോവയിലാണ്. ഇതല്ലേ ഇവിടുത്തെ ഭരണം നടക്കുന്നത്. KSRTC അവസ്ഥ ഇന്നിപ്പോ അതിനേക്കാൾ വലിയ തമാശ കണ്ടു. KSRTCയുടെ ബസ്സുകൾ സ്കൂൾ ക്ലാസ് റൂമുകളാക്കി മാറ്റി വിട്ടുകൊടുക്കുന്നു. എന്താ കാരണം? ഓടില്ല. KSRTC ബസ്സുകൾ കണ്ടം ചെയ്ത് ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള ലോ ഫ്ലോർ ബസ്സുകൾ നമുക്കറിയാം. ലോ ഫ്ലോർ ബസ്സുകളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി, ജനറം പദ്ധതിയുടെ ഭാഗമായി കൊടുത്ത ലോ ഫ്ലോർ ബസ്സുകൾ നശിപ്പിച്ച് എറണാകുളത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ബസ്സുകളൊക്കെ ഇപ്പൊ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, ബസ് എന്തായാലും ഓടിക്കാൻ പറ്റില്ല, നമുക്കത് ക്ലാസ് മുറിയാക്കാന്നാ പറയുന്നത്. കേരളത്തില് സ്കൂൾ ക്ലാസ് റൂമുകളാക്കി മാറ്റുന്നു. ഏത്? KSRTC ബസ്സുകൾ. നിങ്ങൾ ഇത്ര കാലം ഇതൊന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്. ഇത്രകാലം എന്താ പറഞ്ഞിരുന്നത്? കേരളത്തിലെ എല്ലാ സ്കൂൾ റൂമുകളും ഞങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നവീകരിച്ചു, അല്ലേ? ഇതൊക്കെ ഡിജിറ്റൽ ക്ലാസ് റൂമാക്കി എന്നാണല്ലോ അവിടെ CPM-കാർ തള്ളിയിരുന്നത്. ഇപ്പൊ എന്തെങ്കിലും KSRTC ബസ് വേണ്ടി വന്നത്? അങ്ങനെയാണെങ്കിൽ നാളെ ലോക്കൽ ബസ് എടുത്ത് നിങ്ങൾ ബീവറേജ് ആക്കില്ലേ? അല്ല, കൂടുതൽ സൗകര്യമല്ലേ ബീവറേജിന്റെ മുമ്പിൽ, അല്ലേ? സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഒരു ബസ് നിർത്തിയിടുന്നു, AC ഓൺ ചെയ്ത് ടച്ചിങ്സ് കൊടുത്താൽ ജനങ്ങൾ അതിനുള്ളിൽ കിടന്ന് അടിച്ചു കൊടുക്കണോ? KSRTC ബസ് എന്തായാലും നാട്ടുകാർക്ക് വേറെ ഉപകാരമൊന്നുമില്ല. ഇത് മര്യാദയ്ക്ക് ഓടിക്കാൻ കഴിയുന്നില്ല. KSRTCയിലെ ജീവനക്കാരിൽ നല്ലൊരു പങ്കാളികൾ ആത്മഹത്യ ചെയ്തു. എന്ത്? ശമ്പളം കിട്ടുന്നില്ല, പെൻഷനും കിട്ടുന്നില്ല. കേരളത്തിന്റെ ലൈഫ് ലൈനായിട്ടുള്ള പൊതുഗതാഗത സംവിധാനമായിട്ടുള്ള KSRTC പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിവില്ലാത്ത മുച്ചൂടും മുടിപ്പിച്ച പിണറായി വിജയനാണ് പറയുന്നത് 1.5 ലക്ഷം കോടി ചെലവാക്കി കേരളയിൽ കൊണ്ടുവരും. 1.5 ലക്ഷം കോടി ചെലവാക്കി കേരളയിൽ കൊണ്ടുവരും. ആലോചിച്ച് നോക്ക്. കേരള പദ്ധതി ഇപ്പൊ എന്ന് പറയുന്നത് കല്ലുകൾ നിർത്തി, ഞങ്ങൾക്ക് കല്ലിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ ജിയോ ടാഗിങ് ചെയ്യും എന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ ആവാമായിരുന്നില്ലേ? ഒരു സംശയവും വേണ്ട. ഈ ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ 10,000-കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ അവരുടെ കുടിപ്പാടങ്ങളിൽ നിന്ന് കുടിയിറക്കി വിട്ടുകൊണ്ട്, അവരെ വഴിയിറക്കി വിട്ടുകൊണ്ട്, അവരുടെ വീടുകളിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട്, അവരെ വഴിയാധാരമാക്കിക്കൊണ്ട് കേരളയിൽ പോലെ ഒരു വിനാശകരമായ പദ്ധതി നടപ്പാക്കാമെന്ന് ഏതെങ്കിലും CPM-കാരൻ പിണറായി വിജയൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് BJP അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സംശയവും കാര്യത്തിൽ വേണ്ട. എന്താണ് കരുതിയിട്ടുള്ളത്? 10,000-കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ
അവരെ കിടപ്പാടങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടാമെന്നാണോ നമ്മൾ കരുതിയത്? ആരും തടയാനുണ്ടാകില്ല എന്നാണോ കരുതിയത്? വലിയ പ്രതിഷേധം ഉണ്ടായില്ല കേരളത്തിൽ. ആരാ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്? കേരളത്തിലുടനീളം നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഈ കേരളത്തിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധത്തിന് നേതൃത്വം കൊടുത്തത് അത് ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ആ 10,000-കണക്കിന് മനുഷ്യരുടെ കണ്ണീർ കാണാൻ, ആ 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതം കാണാൻ ഇവിടുത്തെ CPM-കാരും തയ്യാറായില്ല. മറിച്ച് മാനുഷിക മുഖമില്ലാത്ത വികസനം കേരളത്തിന്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന് വികസനം വേണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കേരളത്തിൽ വികസനം വേണം, അടിസ്ഥാന സൗകര്യ വികസനം വേണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കേരളയിൽ പോലെ പരിസ്ഥിതി വിരുദ്ധവും ജനവിരുദ്ധവും നാടിന് ഗുണം ചെയ്യാത്തതുമായ ഒരു പദ്ധതി വേണോ എന്നുള്ള ന്യായമായ ചോദ്യമാണ് നമ്മൾ ഉയർത്തിയത്. നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ ട്രാക്കുകൾ ശക്തിപ്പെടുത്തിയും വേഗത കൂട്ടിയും 150 കിലോമീറ്റർ വരെ വേഗതയോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിച്ചും കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ നടപ്പാക്കി തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കെ കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവാക്കി ദൂർത്തടിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നത്? ന്യായമായ കാര്യമാണ് നമ്മൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ സർക്കാരിനെതിരായി വലിയ പോരാട്ടത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു. അങ്ങനെ BJP മുന്നോട്ട് വെച്ച ആ പോരാട്ടം, ജനങ്ങൾ ഏറ്റെടുത്ത ആ കേരള വിരുദ്ധ പോരാട്ടം, ആ കേരള വിരുദ്ധ പോരാട്ടത്തിന് മുന്നിൽ മുട്ടിടിച്ചുകൊണ്ട് ഇതാ കേരളത്തിന്റെ കുറ്റികൾ സ്ഥാപിക്കുന്ന ഇടപാടിൽ നിന്ന് പിണറായി വിജയനും സംഘവും ഇന്നത്തോടുകൂടി പിന്മാറിയിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ വിജയം അത് ഭാരതീയ ജനതാ പാർട്ടി നേടിയെടുത്ത വിജയമാണ്. ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായി നേടിയ വിജയമാണ്. പിന്നെന്താ പറയുന്നത്? BJP കേരളത്തിനെതിരാണ്, കേരളത്തിന്റെ വികസനത്തിനെതിരാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ കാസർഗോഡ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് 6 വരി ദേശീയപാത വികസനമാണ് ദ്രുതഗതിയിൽ നടന്നു വരുന്നത്. ഒരാൾക്കും പരാതിയില്ല. 10,000-കണക്കിന് കോടി രൂപ ഭൂമി ഏറ്റെടുക്കാൻ മാത്രം കേന്ദ്ര സർക്കാർ കൊടുത്തു. 66,500 കോടി രൂപയാണ് കേരളത്തിലെ ദേശീയപാത വികസനത്തിന് മാത്രമായി നരേന്ദ്രമോദി സർക്കാർ മാറ്റിവെച്ചത്. ഇന്നിതാ അതിവേഗം ദ്രുതഗതിയിൽ കേരളത്തിലെ ദേശീയപാത 6 വരി പാതയുടെ വികസനം നടന്നു വരുന്നു. 2024 മുൻപ് കേരളത്തിലെ ഈ 6 വരി ദേശീയപാത വികസനം ഭാരത് മാല പദ്ധതിയുടെ ഭാഗമായ ഈ വികസന പദ്ധതി അത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. അങ്ങനെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പൂർണ്ണമായും സഹായിക്കാൻ തയ്യാറാകുമ്പോ കേരളത്തിലെ സർക്കാരിന്റെ നിലപാടെന്താ? കേരളത്തിലെ സർക്കാരിന്റെ നിലപാട് കേരളത്തിന്റെ തകർന്നു കിടക്കുന്ന ധനകാര്യസ്ഥിതിയെ, കേരളത്തിന്റെ തകർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥയെ വീണ്ടും പരിതാപകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ധനകാര്യസ്ഥിതിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഓരോ മാസവും ശമ്പളവും പെൻഷനും കൊടുക്കാൻ നിത്യനിദാന ചെലവുകൾക്ക് പോലും 1000-കണക്കിന് കോടി രൂപ കടമെടുക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ സർക്കാരുള്ളത്. ഈ പ്രദേശത്തൂടെ കേരളം കടന്നു പോകുന്നുണ്ട് ഇല്ലല്ലോ. ഈ കല്ലൂർക്കാട്ട ജനങ്ങൾ ഒരു പക്ഷേ കരുതുന്നുണ്ടാവാം, കേരളയിൽ വരുന്നത് കൊണ്ട് കല്ലൂർക്കാട്ട ജനങ്ങളുടെ ഭൂമി പോകുന്നില്ലല്ലോ, കല്ലൂർക്കാട്ട ജനങ്ങളുടെ വാസസ്ഥാനം നഷ്ടപ്പെടുന്നില്ലല്ലോ, അപ്പൊ പിന്നെ കേരളയിൽ വന്നോട്ടെ എന്ന് ഒരുപക്ഷെ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ കരുതുന്നുണ്ടാവാം. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, കേരളം എന്ന് പറയുന്ന വിനാശകരമായ പദ്ധതിയുടെ ഇരകൾ എന്ന് പറയുന്നത് കേവലം വീടുകൾ നഷ്ടപ്പെടുന്ന 10,000-കണക്കിന് മനുഷ്യർ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ 4 കോടി മനുഷ്യർ ഈ വിനാശകരമായ പദ്ധതിയുടെ ഇരകളാണ്. എന്താ പറയാൻ കാരണം? ഞാനും നിങ്ങളും ഉൾപ്പെടെ, ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഇപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടികൾ ഉൾപ്പെടെ, നാളെ ജനിക്കാനിരിക്കുന്ന തലമുറകൾ ഉൾപ്പെടെയുള്ളവരുടെ തലയിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഈ കേരളവുമായി ബന്ധപ്പെട്ട് കടമെടുപ്പ് സൃഷ്ടിക്കാൻ പോകുന്നത്. കടമെടുത്താൽ എന്താ കുഴപ്പം? കടമെടുത്താൽ തിരിച്ചടക്കണം. തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? തൊട്ടപ്പുറത്ത് ശ്രീലങ്കയുടെ ഉദാഹരണം. ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം അപ്രായോഗികമായ വികസന പദ്ധതികൾക്ക് വേണ്ടി ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കടമെടുത്തതിന്റെ ദുരന്ത ഫലം പേറിയാണ് ഇന്ന് ജീവിക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റിന്റെ കൊട്ടാരം ജനങ്ങൾ തീവെച്ച് നശിപ്പിച്ചു. ഒരു MP-യെ നടുറോഡിൽ വെച്ച് തല്ലിക്കൊന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? ഈ കടം പെരുകി പെരുകി കടം തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ഒരു രാഷ്ട്രം ഇന്ന് അതിജീവനത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ്.
കുട്ടികൾക്ക് കൊടുക്കാൻ പാലില്ല, പരീക്ഷ എഴുതാൻ ചോദ്യ പേപ്പർ പ്രിന്റ് ചെയ്യാനുള്ള കടലാസില്ല. കേവലം ഒരു ദിവസത്തേക്കുള്ള പെട്രോളും ഡീസലുമാണ് അവിടെ അവശേഷിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ശ്രീലങ്ക ഈ അവസ്ഥയിലായത്? കേരളത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾക്ക് വേണ്ടി ഇപ്പതാ എയിംസിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു. കേരളത്തിൽ IIT കൊടുത്തത് BJP നരേന്ദ്രമോദി സർക്കാരാണ്. കേരളത്തിലെ കണ്ണായ വികസന പദ്ധതികൾക്ക് വേണ്ടി മുഴുവൻ പണം നീക്കിവെച്ചിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇക്കാര്യം ഞങ്ങൾ പറയുന്നതല്ല. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഒരു തവണയല്ല പലതവണ പറഞ്ഞു, കേരളം ചോദിച്ചാൽ ഏത് വികസന പദ്ധതിക്ക് വേണ്ടിയും സഹായം നൽകാൻ തയ്യാറുള്ള സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് കേരളത്തിന്റെ മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2014 മുമ്പ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ നാട്ടിലെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോഴുള്ള മാറ്റം എന്താണ്? 2014 മുമ്പ് ഞാനും നിങ്ങളും അടക്കം ഈ കല്ലൂർക്കാട്ടെ ജനങ്ങൾ, നമ്മളിൽ എത്ര പേർക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിനകത്തേക്ക്, ആ വാതിലിനകത്തേക്ക് തലയെന്നിട്ട് ഞങ്ങളൊന്ന് പ്രവേശിച്ചോട്ടെ എന്ന് പറയാൻ ധൈര്യമുണ്ടായിരുന്നു? ഈ കല്ലൂർക്കാട്ടെ അടക്കം അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലെ ദേശസാൽകൃത ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ധനാഢ്യർക്കും സർക്കാർ ജോലിക്കാർക്കും വേണ്ടി മാത്രമുള്ളതായിരുന്നു. കനറ ബാങ്കിലോ സിൻഡിക്കേറ്റ് ബാങ്കിലോ അതല്ലെങ്കിൽ യൂണിയൻ ബാങ്കിലോ പഞ്ചാബ് നാഷണൽ ബാങ്കിലോ ഒക്കെ നിങ്ങൾക്കൊരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള മറ്റ് രണ്ടുപേര് പരിചയപ്പെടുത്തണമായിരുന്നു. ഞാൻ ഈ പറയുന്നത് എന്റെ ഈ ശബ്ദം കേട്ടു നിൽക്കുന്ന കല്ലൂർക്കാട്ടെ വ്യാപാരികൾ, നല്ലവരായ നാട്ടുകാർ, നിങ്ങൾ ഒരു അല്പകാലം പുറകോട്ട് ചിന്തിക്കണം. 2014 മുമ്പ് കോൺഗ്രസ് ഈ നാട് ഭരിക്കുന്ന കാലത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്കും നിങ്ങൾക്കുമൊക്കെ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ആ ബാങ്കിൽ അക്കൗണ്ടുള്ള മറ്റ് രണ്ടുപേർ പരിചയപ്പെടുത്തണമായിരുന്നു. ഒരു സാധാരണക്കാരനും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ഒരു ലോണും വായ്പയും കിട്ടുമായിരുന്നില്ല, അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തെ കേവലം 30-35% ജനങ്ങൾക്കാണ് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ഈ രാജ്യത്തിന്റെ ധനസ്ഥിതിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന 60-65% ജനങ്ങളും നമ്മുടെ പൊതുവായിട്ടുള്ള ധനകാര്യ സംവിധാനത്തിന്റെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങൾ കിട്ടുമായിരുന്നില്ല. സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോലും ഈ രാജ്യത്ത് അവർക്കൊരു അവകാശം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് നരേന്ദ്രമോദി വന്ന് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങുന്നത്. അവിടെയാണ് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോ നേരത്തെ രണ്ടുപേർ പരിചയപ്പെടുത്തണമായിരുന്നെങ്കിൽ ഇന്ന് ഈ അങ്ങാടിയിലെ, കല്ലൂർക്കാട് അങ്ങാടിയിലെ ഏതൊരു സാധാരണക്കാരനും സ്വന്തം ആധാർ കാർഡിന്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ, ഒരു ഫോട്ടോയും ഉണ്ടെങ്കിൽ ഏത് നാഷണലൈസ്ഡ് ബാങ്കിലും ഒരു അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് എന്താ ഉണ്ടായത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ബാങ്ക് അക്കൗണ്ട് ഈ കല്ലൂർക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ BJP മുൻകൈയെടുത്ത് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുടങ്ങാൻ വേണ്ടി ക്യാമ്പ് നടത്തുന്ന കാലത്ത് തൊട്ടപ്പുറത്ത് CPM-കാരനും അല്ലെ, ഈ ജിബി അടക്കമുള്ള CPM-കാരും കോൺഗ്രസുകാരും ഒക്കെ വന്ന് കളിയാക്കി ചോദിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് മോഡിക്ക് പൈസ അയച്ചു തരുന്നു അല്ലേ? ചോദിച്ചിട്ടില്ലേ? BJP-കാരൻ ചോദിച്ചിട്ടില്ലേ? ഈ ചോദിച്ച CPM-കാരും കോൺഗ്രസുകാരും അവരുടെ നേതാക്കൾ അടക്കമുള്ളവർ, പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു, നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയാൽ പ്രധാനമന്ത്രി നിങ്ങൾക്ക് പണം അയച്ചു തരുമോ എന്ന് ചോദിച്ച് BJP-കാരെ ആക്ഷേപിച്ചിരുന്ന, ആ അക്കൗണ്ടിൽ ചേരാൻ വന്ന ആളുകളെ പിന്തിരിപ്പിച്ചിരുന്ന അതേ CPM-കാരനും അതേ കോൺഗ്രസുകാരനും ഒരു ഉളുപ്പും നാണവുമില്ലാതെ PM കിസാൻ സമ്മാൻ യോജനയുടെ അപ്ലിക്കേഷൻ ഫോമും താങ്ങി ഇവിടുത്തെ കൃഷിഭവനിൽ പോയി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ തന്നെ കണ്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പഞ്ചായത്തില് പ്രതിവർഷം 6000 ഉറുപ്പിക വീതം PM കിസാൻ സമ്മാൻ നിധിയിൽ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്ന ആയിരക്കണക്കിന് കർഷകരില്ലേ? ഞാൻ ചോദിക്കട്ടെ, CPM-കാരാ, ഞാൻ ചോദിക്കട്ടെ, PM കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി ഈ കല്ലൂർക്കാട്ടെ കർഷകർക്ക് പ്രതിവർഷം 6000 ഉറുപ്പിക ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ, കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോ, ഞാൻ ചോദിക്കട്ടെ,
ഞങ്ങൾ അതിലെവിടെയെങ്കിലും രാഷ്ട്രീയം കണ്ടിട്ടുണ്ടോ? ഞങ്ങളത് BJP-ക്കാർക്ക് മാത്രം കൊടുത്താൽ മതി എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപേക്ഷ കൊടുത്ത ആരുടെയെങ്കിലും അപേക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ നരേന്ദ്രമോദി സർക്കാർ നിരസിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാ കർഷകർക്കും ജാതി മത രാഷ്ട്രീയ പരിഗണനയ്ക്ക് അതീതമായി പ്രതിവർഷം 6000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു കൊടുക്കുന്നു. പണ്ട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ₹1 ഡൽഹിയിൽ നിന്ന് അയച്ചാൽ 15 പൈസയാണ് താഴെ കിട്ടുന്നത്, അല്ലേ? ₹1 കേന്ദ്രം സ്പെൻഡ് ചെയ്താൽ, ചെലവഴിച്ചാൽ അതിന്റെ 15 പൈസ മാത്രമാണ് അതിന്റെ ഗുണഫലം സാധാരണക്കാർക്ക് കിട്ടുന്നത്. അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബാക്കി 85 പൈസയും ഇടനിലക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അഴിമതി നടത്തി, അല്ലെ, അഴിമതി നടത്തി സ്വന്തമാക്കുന്നു. അതായിരുന്നു രാജീവ് ഗാന്ധി തുറന്ന് സമ്മതിച്ചത് പ്രധാനമന്ത്രിയായിരുന്നപ്പോ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്ത്യയുടെ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ ഒരു വിരലമർത്തുമ്പോ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ PM കിസാൻ സമ്മാൻ നിധി ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോ, പ്രിയപ്പെട്ടവരെ, അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ ₹1 ചെലവാക്കിയാൽ 15 പൈസയല്ല താഴെ കിട്ടുന്നത്. ₹1 വെച്ചാൽ ആ ₹1 അതിന്റെ പലിശയും ഇന്നാട്ടിലെ സാധാരണക്കാരന് കിട്ടുന്ന രീതിയിലേക്ക് മാറിയില്ല. അതല്ലേ അഴിമതി രഹിത ഭരണം എന്ന് പറയുന്നത്? 10 നയാ പൈസയുടെ അഴിമതിയില്ലാതെ മുഴുവൻ സംഖ്യയും കർഷകന് കിട്ടുന്നു, അതിന്റെ പലിശയും കിട്ടുന്നു. ലോകത്ത് മറ്റെവിടെയെങ്കിലും ഇത്തരം ഒരു മാതൃകയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് PM കിസാൻ സമ്മാൻ നിധി നടക്കുമായിരുന്നു? ബാങ്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ എങ്ങനെ ഇത്ര വിപുലമായ ഒരു പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു? അത് മാത്രമാണോ? 2014 മുൻപ് 30-35% ജനങ്ങൾക്കാണ്, കുടുംബങ്ങൾക്കാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ അഭിമാനപൂർവ്വം പറയുന്നു, ഈ രാജ്യത്ത് ഏകദേശം 100% കുടുംബങ്ങളിലേക്കും ബാങ്ക് അക്കൗണ്ട് എത്തിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. ചെറിയ കാര്യമാണോ? സ്വാതന്ത്ര്യം കിട്ടി 60 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ 35% ജനങ്ങൾക്ക് മാത്രം ലഭ്യമായിരുന്ന ഒരു സേവനം കേവലം 6 വർഷം കൊണ്ട് 100% മനുഷ്യർ ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതിരുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യർക്ക് തങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും തങ്ങളുടെ കുടുംബത്തെ നോക്കാൻ, രക്ഷിക്കാൻ ഒരു സർക്കാരുണ്ട് എന്നുള്ളൊരു ബോധ്യം വന്നതും ഈ ജൻധൻ അക്കൗണ്ട് വഴിക്കുക. എങ്ങനെയാ? 2 ഇൻഷുറൻസ് പദ്ധതികളാണ് ഇതുമായി ചേർത്ത് വെച്ചത്, അല്ലെ? പ്രതിമാസം ₹1 മാത്രം ചെലവാക്കിയാൽ, പ്രതിവർഷം ₹12 ചെലവാക്കിയാൽ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ്. കേവലം 300 രൂപ ചെലവാക്കിയാൽ 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ്. നിങ്ങൾക്കറിയുമോ, ആയിരക്കണക്കിന് മനുഷ്യർക്കാണ്, ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളാണ് ഈ ഇൻഷുറൻസ് പദ്ധതി കൊണ്ട് രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ കുടുംബനാഥൻ അകാലത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അനാഥമായി പോകുമായിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി മാറിയത് നമ്മുടെ പ്രധാനമന്ത്രി നടപ്പാക്കിയ ഈ ഇൻഷുറൻസ് പദ്ധതികളായിരുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതിന്റെ പേരിലാണ് ജനങ്ങൾ BJP-യെ പിന്തുണയ്ക്കുന്നത്. അത് മാത്രമാണ്. ഇപ്പൊ ഈ പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി നടത്തുന്നുണ്ടല്ലോ. ജൽജീവൻ മിഷൻ തുടങ്ങിയിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ജൽജീവൻ മിഷൻ പദ്ധതി ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ, കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പൈപ്പ് കണക്ഷനിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി, ആ കേന്ദ്ര സർക്കാർ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ അടക്കം നടപ്പിലാക്കുന്നു. ആ പദ്ധതി നമ്മുടെ പഞ്ചായത്തിലടക്കം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. നാളിതുവരെയായി, സ്വാതന്ത്ര്യം കിട്ടി ഇതുവരെയായി കുടിവെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകൾ കുടം തലയിൽ വെച്ച് പോകേണ്ടി വന്നിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഭാരതീയരായിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും വലിയ സൗകര്യം കുടിവെള്ളം, നല്ല ശുദ്ധമായ ജലം അവരുടെ വീട്ടിനുള്ളിലേക്ക് ടാപ്പിൽ ലഭ്യമാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇത് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടി 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ ചേരികളിൽ അന്തിയുറങ്ങേണ്ടി വന്നിരുന്ന
തെരുവോരങ്ങളിൽ അന്തിയുറങ്ങേണ്ടി വന്നിരുന്ന ഇന്ത്യയിലെ കോടിക്കണക്കിന് വീടുകളില്ലാതിരുന്ന മനുഷ്യർക്ക് ചരിത്രത്തിലാദ്യമായി വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു സർക്കാർ, അതാണ് നരേന്ദ്രമോദി സർക്കാർ. സ്വാതന്ത്ര്യം കിട്ടിയ 6 പതിറ്റാണ്ട് കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സർക്കാരുകളും ചേർന്ന് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എത്ര വീടുണ്ടാക്കി കൊടുത്തോ അതിനേക്കാൾ കോടിക്കണക്കിന് വീടുകളാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർക്കായി ഉണ്ടാക്കി കൊടുത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ പാവങ്ങൾ, ഞാനും നിങ്ങളും അടക്കമുള്ള ഒട്ടേറെ ആളുകളുടെ വീട്ടിൽ ഒരുപാട് അസുഖമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പ്രതിമാസം 3000-വും 4000-വും ഒക്കെ രൂപ മരുന്നിന് ചെലവാക്കിയിരുന്ന ആളുകളുണ്ടാവും. നമ്മുടെ ഒട്ടേറെ കുടുംബങ്ങളിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ദുസ്സഹമായി മാറുന്നത് അവരുടെ വരവിനേക്കാൾ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവാക്കേണ്ടി വരുമ്പോഴാണ്. അവരെ വരുമാനത്തേക്കാൾ കൂടുതൽ മരുന്നിന് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും പണം ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഓരോ കുടുംബങ്ങളെയും ദരിദ്രമാക്കി മാറ്റുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ പ്രദേശത്തും വൈകുന്നേരമായി കഴിഞ്ഞാൽ അല്ലേ, കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന മനുഷ്യരെ എന്താ ചോദിക്കുന്നത്? മരുന്ന് വാങ്ങാൻ വേണ്ടി എന്താ ചോദിക്കുന്നത്? മോനെ, നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പ് എവിടെയാണ് അല്ലേ? മോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പ് എവിടെയെന്നല്ലേ ചോദിക്കുന്നത്? എന്താ കാരണം? 3000 രൂപയ്ക്ക് മരുന്ന് വാങ്ങിയിരുന്നവൻ ഇപ്പോ അതേ ക്വാളിറ്റിയുള്ള ജനറിക് മരുന്നുകൾ വാങ്ങുന്നത് 300 രൂപയ്ക്കാണ്. 3000 രൂപ ഒരു മാസം മരുന്നിന് ചെലവാക്കിയിരുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ഇപ്പൊ 300 രൂപയ്ക്കാണ് മരുന്ന് കിട്ടുന്നത്. എന്താ ചോദിക്കുന്നത്? മോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പ് എവിടെയാണ്? അവന് പറയാനറിയില്ല. പ്രധാനമന്ത്രി ജൻ ഔഷധി എന്ന് മുഴുവൻ പറയാനല്ല. അപ്പൊ ചോദിക്കുന്നത് എന്താ? മോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പ് എവിടെയാണ്? എന്താ ചോദിക്കാത്തത്? എന്താ പിണറായി വിജയന്റെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പ് എവിടെ? എന്താ ചോദിക്കാത്തത്? പിണറായി വിജയന്റെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയാൽ 16 സദ്യ കൊടുക്കേണ്ടി വരുന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ചോദിക്കാത്തത്. മോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പാണ് ചോദിക്കുന്നത്. നാട്ടിലെ പാവപ്പെട്ടവനെ സഹായിക്കുന്നത് ആരാ? നരേന്ദ്രമോദി സർക്കാരല്ലേ? നിങ്ങൾ ആലോചിച്ച്, ഈ നാട്ടിൽ കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നൊരു തോന്നൽ ആർക്കുണ്ടായിട്ടില്ല? ഇന്ന് ഈ രാജ്യത്തൊരു പ്രധാനമന്ത്രിയുണ്ട്, രാജ്യത്തൊരു നേതൃത്വമുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഓരോ ജനങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ഉക്രൈനിന്റെ നേതാക്കൾ, ഉക്രൈനിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ എന്താ പറഞ്ഞത്? ഉക്രൈനിന്റെ നേതാക്കൾ പറഞ്ഞത്? ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, റഷ്യയുടെ ആക്രമണം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് സാധ്യമല്ല, യൂറോപ്യൻ നേതാക്കളെ കൊണ്ട് സാധ്യമല്ല, ചൈനയുടെ നേതാക്കളെ കൊണ്ട് സാധ്യമല്ല, ജപ്പാനെ കൊണ്ടോ ഓസ്ട്രേലിയയെ കൊണ്ടോ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യമല്ല. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിന്റെ ഇടപെടൽ കൊണ്ട് സാധിക്കുമെങ്കിൽ ആ നേതാവിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ് എന്ന് പറഞ്ഞതാരാ? ഉക്രൈൻ നേതാക്കളാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, 10,000-കണക്കിന് ഇന്ത്യക്കാർ, അതിലേറിയ കൂറും മലയാളികൾ, ഉക്രൈനിന്റെ മണ്ണിൽ യുദ്ധഭൂമിയിൽ കുടുങ്ങിയവർ, പ്രിയപ്പെട്ടവരെ, അവരെ രക്ഷിക്കാൻ വേണ്ടി 2 രാജ്യങ്ങളും ഏതാനും മണിക്കൂറുകൾ നേരം ഇന്ത്യക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ വേണ്ടി യുദ്ധം നിർത്തിയ കാഴ്ച നമ്മൾ കണ്ടില്ലേ? ആയിരക്കണക്കിന് മനുഷ്യരെ, ഇന്ത്യക്കാരെ സുരക്ഷിതരായി നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ തിരിച്ചു കൊണ്ടുവന്ന കുട്ടികൾ അഭിമാനത്തോടെ പറയുന്നു. എന്താ പറയുന്നത്? ഇന്ത്യയുടെ ദേശീയ പതാക നൽകിയ സുരക്ഷിതത്വ ബോധത്തിലാണ് ഞങ്ങൾക്ക് സുരക്ഷിതമായി പുറത്തു വരാൻ സാധിച്ചതെന്ന് അവർ അഭിമാനത്തോടെ പറഞ്ഞു. അവര് മാത്രമാണോ പറഞ്ഞത്? അവര് മാത്രമല്ല പറഞ്ഞത്, ഇന്ത്യക്കാർ മാത്രമല്ല പറഞ്ഞത്. തൊട്ടപ്പുറത്തെ പാകിസ്ഥാനിലെ കുട്ടികൾ പറഞ്ഞു, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവനോടെ ഉക്രൈന്റെ മണ്ണിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചതെന്ന് പറഞ്ഞത് പാകിസ്ഥാനിലെ കുട്ടികളാണ്. ഞാൻ ചോദിക്കട്ടെ, 2014 മുമ്പ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? 2014 മുമ്പ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന് എന്ത് വിലയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്, 2014 മുമ്പ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചത് എന്താണെന്നറിയോ? ദേഹാത്തി ഔരത്. എന്താ അറിയോ ദേഹാത്തി ഔരത് എന്ന് പറഞ്ഞാൽ? നാട്ടിൻപുറത്തെ പെണ്ണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് വിളിച്ചതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാട്ടിൻപുറത്തെ പെണ്ണുങ്ങളെ പോലെ അമേരിക്കയുടെ മുന്നിൽ പോയി പരാതി പറയുകയാണ്, ഇതാ പാകിസ്ഥാൻ ഞങ്ങളെ
ഉപദ്രവിക്കുന്നേ, പാകിസ്ഥാൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നേ എന്ന് ഇന്ത്യ പോയി പരാതി പറയുന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നോക്കി ആക്ഷേപിച്ചു അന്നത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് 2014 മുമ്പ്. പ്രിയപ്പെട്ടവരെ, അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിനെ അമേരിക്കയുടെ മണ്ണിൽ വെച്ച് നവാസ് ഷെരീഫ് അപമാനിച്ചപ്പോ ആ അപമാനത്തിന് മറുപടി ചോദിക്കാൻ ഇന്നാട്ടിലെ ഒരു കോൺഗ്രസുകാരനും ഉണ്ടായിരുന്നില്ല, ഇന്നാട്ടിലൊരു CPM-കാരനും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അവഹേളിച്ചപ്പോ അതിന് മറുപടി കൊടുക്കാൻ ഇന്ത്യയിൽ ഒരു ആൺകുട്ടിയെ ഉണ്ടായുള്ളൂ. അത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയായിരുന്നു. ഞാൻ ഓർമ്മിക്കുകയാണ്, ഡൽഹിയിൽ വെച്ച് നടന്ന പിറ്റേ ദിവസം നടന്ന ബിജെപിയുടെ റാലിയിൽ വെച്ച് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകി. എന്താ മറുപടി നൽകിയത്? അദ്ദേഹം പറഞ്ഞു, മൻമോഹൻ സിംഗ് കോൺഗ്രസുകാരനായിരിക്കാം, രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കാം, പക്ഷേ പാകിസ്ഥാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മഹാരാജ്യത്തിൽ ഞങ്ങളുടെ നാടിന്റെ പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയമല്ല, ഞങ്ങൾക്ക് വലിയ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചാൽ, ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ ദേഹാത്തി അവരെ നാട്ടിൻപുറത്തെ പെണ്ണ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ മാത്രമല്ല ആണുങ്ങളും വളധരിക്കാറുണ്ട് എന്നുള്ള കാര്യം പാകിസ്ഥാൻ മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ് നരേന്ദ്രമോദി എന്ന് മറുപടി നൽകിയത്. ഞാൻ ദൃക്സാക്ഷിയാണ് ആ പരിപാടി. ഒരു കോൺഗ്രസുകാരനും മറുപടി പറഞ്ഞില്ല. മൻമോഹൻ സിംഗിനെ തെരുവിലിട്ട് പാകിസ്ഥാന്റെ ആളുകൾ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോ മറുപടി കൊടുക്കാനെന്ന് BJP-കാരനെ ഉണ്ടായുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ വിദേശ ശത്രുക്കൾ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുമ്പോ, വിദേശ ശത്രുക്കൾ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ ഇവിടുത്തെ കോൺഗ്രസുകാരും CPM-കാരും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടെന്താണ്? ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം 2 തവണയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത്. 2 തവണ. മൂന്നാമതൊരു തവണ ശ്രമിക്കാനുള്ള ധൈര്യം അവനുണ്ടായിട്ടില്ല. ഈ 2 തവണ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോ എന്ത് നിലപാടാ കോൺഗ്രസുകാരും CPM-കാരും സ്വീകരിച്ചത്? ഈ കോൺഗ്രസുകാരും CPM-കാരും പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് സംശയമുണ്ട്, അല്ലെ? ഇന്ത്യൻ സൈന്യത്തെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ CPM-ന്റെ നേതാക്കളുമൊക്കെ പറഞ്ഞു. സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ, എയർ സ്ട്രൈക്ക് നടന്നോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ആരെ വിശ്വസിക്കാൻ കഴിയില്ല? ഇന്ത്യൻ സൈന്യത്തെ വിശ്വസിക്കാൻ കഴിയില്ല. CPM-കാർക്ക് പറയാം. പക്ഷെ 6 പതിറ്റാണ്ടുകാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസുകാരൻ, ഈ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലായിരുന്ന കോൺഗ്രസുകാരൻ, അവൻ പോലും ഇന്ത്യൻ സൈന്യത്തിനെ, ഇന്ത്യയുടെ ഭരണത്തെ ശത്രു രാജ്യങ്ങൾക്ക് മുന്നിൽ സംശയത്തിന്റെ നിഴൽ നിർത്തി. പ്രിയപ്പെട്ടവരെ, രാജ്യം ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോ, രാജ്യത്തിന് നേരെ ആക്രമണം നടക്കുമ്പോ എല്ലാ കാലവും ആ സർക്കാരിനൊപ്പം, സൈന്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുക എന്നുള്ള നിലപാടാണ് രാഷ്ട്രീയത്തിനുപരിയായി ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ രാജ്യത്തെ പുറകിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് എല്ലാ കാലവും ഈ കോൺഗ്രസുകാരും CPM-കാരും സ്വീകരിക്കുന്നത്. CPM-കാർ അത് സ്വീകരിക്കുന്നത് അത്ഭുതമൊന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം എന്ന് പറയുന്നത് വഞ്ചനയുടെയും പിറകിൽ നിന്ന് കുത്തലിന്റെയുമാണ്. അവരുടെ തുടക്കം മുതലുള്ള ചരിത്രമേ അതാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്? ആ രൂപം കൊണ്ട കാലം മുതൽക്ക് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ പുറകിൽ നിന്ന് കുത്തിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചിരുന്ന ഒരു പുസ്തകം, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന് പറഞ്ഞ പുസ്തകമാണ്. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നേരത്തെ ദേശാഭിമാനിയിലുണ്ടായിരുന്ന, ഇപ്പോ മാതൃഭൂമിയിലുള്ള ആൾ എഴുതിയൊരു പുസ്തകം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ചരിത്രം സംബന്ധിച്ച വളരെ രസകരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഇതിലുണ്ട്. തുടക്കത്തിൽ എല്ലാ സ്ഥലത്തും പഠിപ്പ് മുടക്കി സമരം ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്തപ്പോ പെരിന്തൽമണ്ണ ഹൈസ്കൂൾ പഠിച്ചിരുന്ന EMS ആദ്യം പഠിപ്പ് മുടക്കാൻ തയ്യാറായെങ്കിലും പിന്നീട് ഭയന്ന് പിന്മാറി. 1. 2, 40കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം ഉണ്ടായിരുന്ന സമയത്ത് ജയിലിലായിരുന്ന EMS ധനാഢ്യനായതുകൊണ്ടും ബ്രാഹ്മണനായതുകൊണ്ടും അദ്ദേഹത്തെ തമിഴ്നാട്ടിലെ ഹോസ്റ്റലിലേക്ക് മാറ്റി അവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ആര്? EMS. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ വീര സവർക്കർ അടക്കമുള്ളവരെ കുറിച്ച് ആക്ഷേപകരമായി പുലഭ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ ചരിത്രം അവരെഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്.
ക്വിറ്റ് ഇന്ത്യ സമരത്തെ പുറകിൽ നിന്ന് ഒറ്റിയവർ, കുത്തിയവർ, INA ഭടന്മാരെ ഒറ്റിയവർ, സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കിയെന്ന് വിളിച്ചവർ, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട്, കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തവർ, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇത് പറയുമ്പോ വെറുതെ പറയുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി PC ജോഷി ബ്രിട്ടീഷ് സർക്കാരിന് അയച്ച 120 പേജ് വരുന്ന റിപ്പോർട്ടിൽ കൃത്യമായി എണ്ണി പറയുന്നുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരത്തെ, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഞങ്ങളുടെ സഖാക്കൾ ചെയ്യുന്ന ധീരോദാത്തമായ പ്രവർത്തനങ്ങളെ കുറിച്ച് എണ്ണി ആ ഒറ്റുകാരന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. നിങ്ങൾക്കറിയോ, ഈ ദേശാഭിമാനി ഉണ്ടല്ലോ, ഒരു വായിക്കുന്ന ദേശാഭിമാനി, ഇതെങ്ങനെ തുടങ്ങിയതാ? ഇവര് പറയുന്നത് പാലോറ മാതയുടെ പശുവിനെ വിറ്റ് തുടങ്ങിയതെന്ന്. അങ്ങനെയൊന്നും അല്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് ബ്രിട്ടീഷുകാർ അക്കാലത്ത് കൊടുത്ത പണം കൊണ്ട് ദേശാഭിമാനി അടക്കം 5 പ്രസിദ്ധീകരണങ്ങളാണ് ഇന്ത്യയിൽ അവർ തുടങ്ങിയത്. ഈ നാടിനെ ഒറ്റുകൊടുത്തുകൊണ്ട് അതിന് ബ്രിട്ടൻ കൊടുത്ത 30 വെള്ളിക്കാശ് കൊണ്ടാണ് ദേശാഭിമാനി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയത്. ആ ചരിത്രമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുള്ളത്. ഒറ്റുകാരന്റെ ചരിത്രമാണ്. ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞ് ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ്. എല്ലാ കാലത്തും വിധ്വംസക ശക്തികളുടെയും രാജ്യദ്രോഹ ശക്തികളുടെയും ഒപ്പം ഈ നാടിനെ പുറകിൽ നിന്ന് കുത്തിയ പാരമ്പര്യമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ. അവർ ഈ നാട്ടിൽ ഒരു വികസനം വന്നാലും, ഈ നാടിന് മുന്നേറ്റമുണ്ടായാലും, ഈ നാട്ടിൽ ദേശീയ ശക്തികൾ ശക്തി പ്രാപിക്കുമ്പോഴുമൊക്കെ അവർ അസ്വസ്ഥരാകും, സ്വാഭാവികമാണ്. ആ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കല്ലൂർക്കാട് അടക്കമുള്ള ഗ്രാമീണ പ്രദേശങ്ങളിൽ ശക്തിയാർജിക്കുന്നതിൽ ഭയന്നിട്ടാണ് ഞങ്ങളുടെ വനിതാ നേതാക്കൾക്ക് നേരെ, ജനപ്രതിനിധികൾക്ക് നേരെ പോലും ഹീനമായ ആക്രമണത്തിന് ഈ ആളുകൾ തയ്യാറാകുന്നു. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അക്രമ രാഷ്ട്രീയം, ഈ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം, പച്ചക്കള്ളം ഈ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ അസാമാന്യമായ തൊലിക്കട്ടിയുള്ള ഇവരുടെ ഈ നെറികെട്ട രാഷ്ട്രീയം, അത് ഈ കല്ലൂർക്കാടിന്റെ മണ്ണിൽ ഇനി വരുന്ന ദിവസങ്ങളിലും തുറന്നു കാണിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി എനിക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ഇത് തുറന്നു കാണിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കല്ലൂർക്കാടല്ല, ഇതിനേക്കാൾ കൊടിയ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിലും ഈ കാവിക്കൊടി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലത് കൈ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ എന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഓരോ ദിവസവും പ്രവർത്തിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന ലക്ഷാവധി പ്രവർത്തകർ കേരളത്തിലുമുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഒക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ ആക്രമണങ്ങൾ, നിങ്ങളുടെ ചതികൾ, നിങ്ങളുടെ പുറകിൽ നിന്നുള്ള കുത്തലുകൾ, ഇതെല്ലാം നേരിട്ടുകൊണ്ടാണ് ഇത്രയും കാലം ഈ നാട്ടിൽ ഞങ്ങൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കള്ളപ്രചരണങ്ങളും BJPക്കെതിരായി, BJPയുടെ ജനപ്രതിനിധികൾക്കെതിരായി ഇവർ നടത്തുന്ന കള്ളപ്രചരണങ്ങൾ, ഇവർ നടത്തുന്ന ആക്ഷേപങ്ങൾ, ആക്രമണങ്ങൾ, ഇതിനെതിരായിട്ടുള്ള വലിയ ബഹുജന രോഷം ഈ കല്ലൂർക്കാടിന്റെ മണ്ണിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, ഇവിടുത്തെ വീട്ടമ്മമാർ, ഇവരെല്ലാവരും ഇത് കാണുന്നുണ്ട്. പാവപ്പെട്ട 2 സ്ത്രീകളെ അധികാരത്തിന്റെ ഹുങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു ശ്രീകോവിലിൽ വെച്ച് ആക്രമിച്ച CPM നേതാക്കന്മാരുടെ ഈ നടപടിയെ ഈ കല്ലൂർക്കാട്ടെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ പൊതുയോഗം സംഘടിപ്പിച്ച, ഈ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച ഇവിടുത്തെ പാർട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം.